പരിപാടിക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഇത് എൻ്റെ വീട്ടിൻ്റെ ഇത് എന്തുകൊണ്ടാ വെള്ളം വെറുതെ കഴിക്കുന്നത്. ഇവിടെ ഭംഗി ശബ്ദം കേൾക്കത്തില്ല ചിലപ്പം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അയ്യത്താണ് കേട്ടോ. അപ്പം നമ്മൾ മറ്റേ വീട് റെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ വെളിയിലൊക്കെ കുക്ക് ചെയ്യുന്നതിനൊക്കെ പരിധി കാണുമല്ലോ. നമ്മൾ ഏകദേശം വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഈ അടുപ്പ് കൂട്ടി ഞാൻ ചിക്കൻ വറുക്കാനുള്ള ചിക്കനുള്ള ഇതൊക്കെ സാധനമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അണ്ണൻ മേലോട്ടി പോയി പാത്രം എടുക്കാൻ. ഇത് ആവതിനെ കാണിയിട്ട് ചിക്കൻ കറിക്കുള്ള ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഇനി സെറ്റായിട്ട് വേണം വീട്ടിൽ പോയിട്ട് ഒരുങ്ങാനും ഒക്കെ വേണം. അപ്പോൾ കറി നമ്മൾ ഇവിടെ ഉണ്ടാക്കും. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടാക്കും, പത്തിരിയും ഒറോട്ടിക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കാണിച്ചു തരാം. എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വൈകിട്ടാവും. എൻ്റെ കൂടെ വരും. ഇത് നമുക്ക് കറി വെക്കാനുള്ള ചിക്കൻ. പിന്നെ ഇതേണ്ടേ അത് കാണിക്കൂ. ഇവിടെ എല്ലാം കോലമായിട്ട് കിടക്കുക. നിങ്ങൾ കരിയൊക്കെ കണ്ട വറുക്കാനുള്ള ചിക്കൻ. അത് കഴിഞ്ഞ് പിന്നെയും എൻ്റെ കൂടെ കയറി വരൂ, എൻ്റെ കൂടെ വരൂ. അയ്യോ ഇവിടെ എനിക്കൊരു സമാധാനം കിട്ടി. പിന്നെ പൈനാപ്പിള്, തണ്ണിമത്തങ്ങ ഇങ്ങനെയുള്ള സാധനമൊക്കെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് സമയമുണ്ട്. ഇതെല്ലാം സെറ്റായതിനു ശേഷം വേണം. എൻ്റെ അമ്മ ആണെങ്കിൽ തൊഴിലുറപ്പിന് പോയേക്കുവാണ്. ഇനി ഉച്ചയ്ക്ക് വരും. പിന്നെ വെജിറ്റബിൾ കറി എല്ലാം ശരിയാക്കി വെച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ വെയിലത്ത് നിന്നിട്ട് വയ്യ. വെഡിങ് ആനിവേഴ്സറി ഇൻട്രോ ഞാൻ ഇങ്ങനല്ല പ്രതീക്ഷിച്ചത്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പം നമുക്ക് ഇത് ചിക്കൻ ഇനി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അത് മാത്രമല്ല ഫ്രണ്ട്സ്, മൈക്ക് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അബദ്ധങ്ങൾ പറ്റി. അതെങ്ങനെയാണ് എത്രയോളം കാര്യങ്ങളും അല്ലേ. വീഡിയോ തുടങ്ങി പകുതിയായി എന്നിട്ടാണ് ഹലോ മുത്തോണീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറയുന്നത്. അതെ, അണ്ണൻ വേറൊരു പാത്രം കൂടെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എവിടെ ഇരിക്കുന്നു എനിക്കാണ്ട് ഇവിടെ ഇത്രയും ഭാഗം ഭയങ്കരമായിട്ടും നീറുന്നു. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയുടെയും കാര്യമൊക്കെ ആയിരിക്കാം ഭയങ്കരമായിട്ട് നീറുന്നു കേട്ടോ. ഇവിടെ വെക്കും. അവിടെ ഇവിടെ മോനുകുട്ടാ അമ്മയുടെ മസാലയും എടുത്തോണ്ട് പോവാ. മോനുട്ടാ അമ്മ അവിടെ വച്ചേക്കുന്ന മസാല ഓടിപ്പോയി എടുത്തോണ്ടോ. ഉപ്പുണ്ടോ? ഓക്കെ, ഇങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്ത് എടുത്തില്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ആയാലേ മസാല പിടിക്കത്തില്ലേ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മസാല നല്ലപോലെ പിടിക്കും കേട്ടോ. അല്ലെങ്കിൽ കുറച്ചെണ്ണത്തിൽ മസാല പറ്റും, കുറച്ചെണ്ണത്തിൽ പറ്റത്തില്ല, അങ്ങനെ ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ആവിരി വെച്ച നമ്മുടെ തക്കാളിയും മുളകും ഒക്കെ ഇട്ട് വരട്ടുവാണ്. നല്ല രീതിയിൽ നമ്മൾ വരട്ടി കൊടുക്കണം. മാത്രമല്ല ഈ വരട്ടുന്ന ആളും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തീയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മുഖത്തോട്ട് തീ അടിക്കുമ്പോൾ കണ്ണ് നീറും. ആദ്യം കൊച്ചാണ്. അയ്യോ എൻ്റെ അടപ്പിളകി. അത് മാത്രമല്ല എനിക്ക് ഇവിടെ എല്ലാം പുകയോ കേട്ടോ. ഈ പിന്നെ കുരുമുളക് പൊടിയോ എന്തോ തെറിച്ച് ഇവിടെയൊക്കെ അങ്ങ് പുകയുന്നു. ഞാൻ മുഖം കഴുകിയിട്ട് ഭയങ്കരമായിട്ട് പുകയാണ്. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ആദ്യമേ തുടക്കത്തിലെ ഭയങ്കര ലുക്കായിട്ടൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഞാനിപ്പോൾ അങ്ങ് പോകട്ടെ. ഇതൊക്കെ ഇനി അണ്ണനും അമ്മായും ഒക്കെ ഉച്ച വന്നിട്ട് അരിയട്ടെ. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്, അണ്ണനും ആബിദും ഒക്കെ കാറിലാണ് വന്നത്. കാരണം വെച്ചാൽ ഈ ഒരുക്കാനുള്ള അനിയത്തി വരുമ്പോഴേ എന്നെ പിന്നെ കാറി അങ്ങോട്ട് കൊണ്ടാക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയം പോകത്തില്ല. അതുകൊണ്ട് ഞാൻ സ്കൂട്ടിയിൽ ഇങ്ങ് വന്നു. അപ്പോൾ ഇനി പൊന്നൂനെ മോണ്ടനെയും കൊണ്ട് ഞാൻ സ്കൂട്ടിയിലൊക്കെ പോവും. ഇവരിവിടെ നിന്ന് ഇതൊക്കെ സെറ്റാക്കി കറിയും എല്ലാം കൊണ്ട് അങ്ങ് വരും. അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം എന്തെങ്കിലുമൊക്കെ സെറ്റായിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും ലേറ്റായത്. അണ്ണൻ തണ്ട് ചരിവൊക്കെ ആയിട്ട് വന്ന് വലിയ പാത്രം എടുക്കാൻ പോയത് അണ്ണൻ്റെ വീട്ടിൽ മേലോട്ടിൽ. മസാലപ്പൊടി എന്താ ഗരം മസാലപ്പൊടിയോ? മുളക് പൊടി സാധനമാണോ? നിക്ക് അമ്മ എടുക്കും. ഓരോന്ന് പറക്കിക്കൊണ്ടു പോകുന്നു കൈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ. ആ പാത്രം മതി എണ്ണേ, അത് തന്നെ വലിയ പാത്രം. ചിലപ്പം ചാറോ കാര്യങ്ങളോ ഒക്കെ ആയതുകൊണ്ടേ നമുക്ക് വേണമെങ്കിൽ കിഴങ്ങേറി ഇതിലോട്ട് ഒഴിച്ചിട്ട് വലിയ ചെമ്പിനകത്ത് ഇറച്ചിക്കറി കൊണ്ടുപോകാം. അപ്പോൾ ഇത് ഈ കറി വയ്ക്കാൻ പോയപ്പോഴേ ഫ്രണ്ട്സ്, കാരണം നമുക്ക് അത്രയും കറി ആകുമ്പോഴേ ചിലപ്പം കവിഞ്ഞു പോയാലെന്ന് പറഞ്ഞാൽ അണ്ണൻ പോയി വലിയ പാത്രം എടുത്തോണ്ട് വന്നു.
അണ്ണൻ്റെ അമ്മയുടെ എല്ലാ പാത്രവും ഉണ്ട്, ഏത് തരത്തിലുള്ള പാത്രവും. അയ്യോ എനിക്ക് വയ്യേ. ഇങ്ങ എടുത്തോണ്ട് വാ. ഇതെടുത്ത് ഇതിലോട്ട് തട്ടാനോ? ഈ പാത്രം വന്നോണ്ടല്ലേ നമുക്കിത് പറ്റിയത്. കാരണം ഇപ്പം സമാധാനത്തിൽ വെക്കാൻ പറ്റുമല്ലോ, മറ്റേതാണെങ്കിൽ ഇളക്കാനൊക്കെ പേടിയായിരുന്നു നമുക്ക്. അത് ശരിയാ. നീ ആ ഉരുളിയാണ് നല്ലത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കാത്തത്. പൊന്നൂസ് മുണ്ടിനെ തളർന്ന് കുത്തിയിരിക്കുവാണ്. എണ്ണ ചൂടാകുമ്പോൾ പറ, ചിക്കൻ എടുത്തോണ്ട് വരാം. മസാല പുരട്ടി വെച്ചേക്കുക. മസാല ഇപ്പം ആവും. അതുമല്ല ഗ്യാസിലാണ് ജടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇത്രയും വലിയ പാത്രം ഗ്ലാസ്സിൽ പറ്റത്തില്ല. കുടിക്കാനുള്ള വെള്ളം വേണം. അപ്പം മുത്തുമണി ഞാൻ ഇനി എന്തെങ്കിലും സെറ്റ് ആയതിനു ശേഷം കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി വീട്ടിൽ ഒരുങ്ങാൻ പോകുമ്പോൾ കാണിക്കാം. കാരണം ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, തലയൊക്കെ പുകയും. ഞങ്ങള് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ് മുത്തുമണീസ്. ഇനി പക്ഷേ ഷാദാണോ ആവിതും ഒന്നും വന്നിട്ടില്ല. അവർ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്. പക്ഷെ എന്നാലും ഇവിടെ വന്നിനി അണ്ണം കുളിച്ച് റെഡിയായില്ലയോ, എപ്പോൾ ഇറങ്ങി എനിക്കറിയത്തില്ല. അതുപോലെ ഫോട്ടോ എടുക്കുന്ന ആളും എല്ലാം അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ ഫോട്ടോ നമ്മുടെ എടുത്തിട്ട് വേണം വേറൊരു എൻഗേജ്മെൻറ്റിൻ്റെ, നാളെ കല്യാണം, ഇന്ന് അവരുടെ പാർട്ടിയുടെ ഫോട്ടോ എടുക്കാൻ പോകും. അതുകൊണ്ട് അതും എനിക്കൊരു ടെൻഷനുണ്ട്. എല്ലാവരും 3 മണി പറയുകയും ചെയ്തു. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ അതേ പൊന്നിനെ ഒരുക്കി കൊള്ളാമോ. പൊന്നിനെ ഇച്ചിരി എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. മോനുകുട്ടനെ ഒന്ന് സുന്ദരനാക്കി എടുത്തു. ഇനി അണ്ണനും കൂടെ ഒന്ന് റെഡിയായ ടെൻഷൻ തീർന്നു. നമ്മുടെ ആ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ദിയ ഫർസിൻ്റെ അമ്മ ഗിഫ്റ്റായിട്ട് കേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. കേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഞാൻ കാണിക്കാമേ. അവർക്കും വേറൊരു മൈലാഞ്ചി ചടങ്ങ് ഉണ്ട്, അതിനൊരുക്കാൻ പോയി. ഞാൻ അത് ഒരുക്കിയിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. എന്തായാലും കേക്ക് കൊണ്ടുവന്നത് ഞാൻ കാണിക്കാം. അത് കൊള്ളാം അല്ലേടാ, ലൈറ്റ് എത്തുന്നത്. പൊന്നു എടുത്തോണ്ട് വന്നേ കാണിക്കട്ടെ. മേളിലും അടിയിലുമായിട്ടാണ് രണ്ട ഫ്രണ്ട്സ്. കൊള്ളല്ലേ, എൻ്റെയും അണ്ണൻ്റെ എൻ്റെയും ഫോട്ടോ. പിന്നെ ഇവിടെയും കേക്ക് വരും. അതിൻ്റെ കേക്കിൻ്റെ മേളിലായി വെക്കുന്നത്, ഇവിടെയും കേക്ക് വരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞു പരിപാടിക്ക് വരണേന്ന്. അടിയിലും കേക്ക് വരും, ഇവിടെയും കേക്കിൻ്റെ മണ്ടയിലായി വെക്കുന്നത്. ഇല്ലയോടാ? അങ്ങനെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സെറ്റ് ചെയ്യുന്ന ഫോട്ടോ അയച്ചു തന്നു. കേക്കും വയ്ക്കും, അടിപൊളിയായിരിക്കും. എന്തായാലും കൊള്ളാം. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പെണ്ണ് എന്നെ ഇവിടെ ഇരുത്തിയേക്ക് വാ, എൻ്റെ മേക്കപ്പ് പോവായിരിക്കാം, ഫാനിൻ്റെ കീഴിൽ ഇരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും അണ്ണൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിൽ പോവാം. ഇനി അവിടെ ചെന്നിട്ടേ ബാക്കി വിശേഷമുള്ളൂ. അല്ലാതെ ഇനി എൻ്റെ അലപ്പ് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കാണിക്കും. ഇതങ്ങ് വെച്ച് എങ്ങനെയുണ്ട്? സൂപ്പറെന്ന്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി. മുത്തുമണി നമ്മുടെ കേക്കിൻ്റെ പൊന്നു അതൊന്ന് പിടിച്ചേ. അവിടെ സ്റ്റാൻഡൊക്കെ എടുത്തിരിക്കോ. അല്ല പോവോ, എനിക്ക് പേടിയാവുന്നു. പൊന്നിനെ കാണാൻ എങ്ങനെ ഉണ്ടടാ? കൊള്ളാം. വെയിറ്റ് ചെയ്യടാ മുത്ത, എൻ്റെ പൊന്നു മോനല്ലേ. നാണ്ട ഫ്രണ്ട്സ്, നമുക്കെല്ലാം റെഡിയായി. ഇവന് ഇന്ന് ടെൻഷൻ, ഇവന് വേറെ വർക്കുണ്ട്, അതാണ് നമുക്ക് ടെൻഷനോ. മിച്ചു ഓക്കെ. നിനക്ക് വേണ്ടി ഗിഫ്റ്റ് തരുന്നത് പിന്നെ മാറ്റി അങ്ങോട്ടാക്കിയിട്ട് കേക്കാണ്. എടാ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഇതില്ലാതെ എങ്ങനെയാ? അതാണ്. വാ എന്നാലും എൻ്റെ മാത്രം എടുക്കാം. വാ പിന്നല്ല. ഹായ് ഹലോ മിച്ചു, വാ കേറി വാ. എങ്ങനെയുണ്ടത്? അതിന്റെ താഴെ മെള്ളും കേക്ക് വരും. മറ്റേ ദിയ ഫർസിന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്ത 2-3 ഗസ്റ്റിനെ കണ്ടിട്ട് വരാം. വാ കേറി വാ, വാടി വാ. എന്നാണ്ട് നമ്മള് സ്റ്റേജ് അലങ്കരിച്ചേക്കുന്നൊക്കെ നിങ്ങൾ കാണിക്കാം. ഇതാണ്ട് നമ്മുടെ പ്രോഗ്രാം. മോനുകുട്ടാ ദോണ്ട മോനുട്ടന്റെ അത്തണ്ട് അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. ബാ ഇടീ ആരും എടുത്തോണ്ടൊന്നും പോതില്ല. നീ ഇതാണ്ട് അങ്ങോട്ട് ആ വിളക്കിന്റെ അവിടോട്ട് കൊണ്ടുപോയി ബാഗ്. കാരണം നമ്മള് മാത്രമേ ഉള്ളൂ. അക്ക എന്തുകൊണ്ട്? എനിക്കും അറിയത്തില്ല. ഇറച്ചിക്കറിയൊക്കെ വെച്ച് വന്നപ്പോ സമയായി. പിച്ചു ഞാൻ ഇതെവിടെ വെക്കുമെന്ന് ആലോചിക്കുന്നത്. നിക്ക്, ഇപ്പം വരാം. പിന്നെ ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പൊ ദേ നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം. പൊന്നൂസ് ഫോട്ടോ എടുക്കാം. എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. എനിക്ക് ഭർത്താവില്ല വെഡിങ് ആനിവേഴ്സറിക്ക്. ഇരിക്കാം. ഗുഡ് ഈവനിങ് അപ്പം ഇവിടെ പാർട്ടിക്ക് വിളിച്ച് എല്ലാവരും വന്നെത്തിയതിന് നിങ്ങളോടും വളരെ നന്ദി
ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അറിയാവുന്നെങ്കിൽ ഒരു ബിഗ് ക്ലാപ്പ് അടിച്ചേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അത്താഴെ അമ്മാടി വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അതും 10th വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. ഞാനും അത്തായും അമ്മായും എല്ലാവരും ഇങ്ങനെ വീട്ടിലിരുന്ന് ആലോചിക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു 10th വെഡിങ് ആനിവേഴ്സറി നമ്മൾ എങ്ങനെ സെലിബ്രേഷൻ ചെയ്തു. ലാസ്റ്റ് അമ്മ പറഞ്ഞു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് വലിയ രീതിയിലൊന്ന് ആഘോഷിച്ചായിരുന്നു. അപ്പൊ തന്നെ ഞാനും യെസ് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പാർട്ടിയുടെ സ്വീറ്റ് ഗസ്റ്റിനെ നമ്മുടെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലോ? ഓക്കെ ഓക്കെ, മിസ്സസ് സാലിഹ ആൻഡ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മൂന്നത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലോ? ഓക്കെ, ഓക്കെ മോനട്ടാ ഇതെന്താ എന്ത് പറ്റിന്ന്? ോടൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ അത്താഴ അമ്മായെ പറ്റി കുറച്ച് സ്വീറ്റ് മൊമെന്റ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാവർക്കും വന്നത് പരിപാടി. ഹലോ ഹലോ, എന്റെ ബ്ലൂടൂത്ത് സെറ്റിംഗ് എടുത്തോണ്ടായി പ്രശ്നം എന്ത് ആവിതെ എന്റെ കാറിൽ സ്പീക്കറും മൈക്കും ഇരിപ്പുണ്ട്, എടുത്തോണ്ടോ. നീ കാറിൽ പോയി സ്പീക്കറും മൈക്കും എടുത്തോണ്ടോ. അതാകുമ്പോ ഒരു പ്രശ്നമില്ല. അല്ല നിക്ക് വെയിറ്റ്. ഓക്കെ, എന്റെ മൈക്കും ഇതുണ്ട്, സ്പീക്കറും ഉണ്ട്. ഞാൻ അത് എല്ലാരും വന്നതിൽ സന്തോഷം. അത്താഴെയും അമ്മയുടെയും 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് അത് സന്തോഷമുണ്ട്. വെൽക്കം ഡാൻസ് കണ്ടാലോ? സോപ്പ് സ്റ്റുഡിയോയുടെ ഒരു വെൽക്കം ഡാൻസ് ആണ്. ഓക്കെ, മക്കളങ്ങോട്ട് നീങ്ങി. ഇതിനാ മാറാം. ഓക്കെ, അപ്പൊ നമ്മുടെ സോം സ്റ്റുഡിയോയില് വെരി വെരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒരു വലിയ ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നമുക്കിനി പാർട്ടി ഒന്ന് സ്വീറ്റ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്കൊരു കേക്ക് മുറിക്കലായാലോ? ഓക്കെ, അങ്ങോട്ട് നോക്ക്, ഫോട്ടോ എടുക്കാം. ഒരു കേക്ക് തന്നേ.
ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം നല്ല കളർഫുൾ ആക്കി കൊണ്ടുപോണ്ടേ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അത്താടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടാലോ? അത്താക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പം അത്താക്ക് മടിയാണ് കേട്ടോ, നാണമാണ്. അത്താടെ മുമ്പ് വെച്ച് കളിക്കുമ്പോഴൊക്കെ അത്താക്ക് നാണമാണെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അത്താടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് കേക്കൊക്കെ ഓർഡർ ചെയ്യാം. കറക്റ്റ് സമയത്തിന് എല്ലാ കാര്യങ്ങളൊന്ന് ക്ലിയറായി നടന്നില്ല. അപ്പം സമയം കുറച്ച് വൈകിയ കാരണം കൊണ്ട് ചിലവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ തോന്നാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. എന്തൊക്കെയൊക്കെയോ സംസാരിക്കണം എന്ന് പറഞ്ഞു പഠിച്ചാ വന്നത്. പക്ഷെ ഇപ്പൊ എല്ലാരെയും കണ്ടപ്പോ എന്തോ പറയണമെന്നും അറിയത്തില്ല. അപ്പം അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയതിന് ആദ്യം തന്നെ പടച്ചവനോട് തന്നെ നന്ദി പറയുക. പിന്നെ 10 വർഷക്കാലം ഇണങ്ങിയും പിണങ്ങിയും ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. ഇനിയുള്ള കാലവും സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ദുആ ചെയ്യണം. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു ഗാനം, 10 വർഷ പ്രവാസിയായിരുന്നു. അപ്പം ഒരു പ്രവാസി പ്രണയഗാനം ഞാൻ ആലപിക്കുകയാണ്. അണ്ണൻ ചെറുതായിട്ട് പാടും കേട്ടോ, നല്ല രീതിയിൽ പാടും. എൻ്റെ ഒരു വോയിസ് ഒന്നും അല്ല, പക്ഷേ അണ്ണൻ പാടി അടിപൊളി ഒരു പാട്ടായിരുന്നു. നമുക്ക് വ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഷോർട്ടിൻ്റെ രൂപത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു 50 പേരെ വിളിച്ചുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരു 60 പേരുണ്ടായിരുന്നു. കാരണം നമുക്ക് പാലുകാച്ചൊക്കെ വരുമ്പോഴും എല്ലാവരും വിളിക്കേണ്ടതല്ലേ, എപ്പോഴും എല്ലാവരും വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലോ എന്ന് പറഞ്ഞാൽ അത്രയും അടുപ്പമുള്ള ഒരു 50 പേരെ മാത്രം നോക്കിയിട്ടാണ് വിളിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്താടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ബിഗ് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വീറ്റ് മൊമെന്റ്സില് നമ്മുടെ അമ്മക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കിയാലോ? ഓക്കെ അമ്മ, വെൽക്കം ടു ദി സ്റ്റേജ്. പറഞ്ഞോ, ഞാൻ അസ്സലാമലൈക്കും. ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയാണ്. ഞങ്ങൾ വിളിച്ചതിൽ കുറച്ച് പേരുകൾ വരാത്തത് അത് പല സ്വകാര്യമായ തിരക്കുകൾ കാരണമാണ്. നമുക്ക് ഈ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ടൈം. അതാണ് ഏറ്റവും വാല്യൂ ആയിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ. നമ്മൾ പറയാറുണ്ട് ആയുസ്, വയസ്സ്, സമയം. അത് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ്. അപ്പം നമുക്കുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പം അതാണ് അതിൻ്റെ ഒരു ശരി. പിന്നെ ആ സമയം കടന്നു പോയതിന് ശേഷം നമ്മളിതിനെ ആ സമയത്തൊന്നും ചെയ്യേണ്ടതായിരുന്നു എന്നോർത്ത് വിഷമത്തിൽ യാതൊരു കാര്യമില്ല. അപ്പം നമ്മുടെ ഓരോ ആൾക്കാരുടെ ടൈമിനും ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ അത്രയും വിലപിടിപ്പുള്ളതാണ് ടൈം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സമയത്തിന് ഒരുപാട് വിലയുണ്ട്. ആ സമയം ഇന്നിവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ 3 വഴിയാണ് എല്ലാവരും പറഞ്ഞത്, പല സാഹചര്യങ്ങളും കൊണ്ട് താമസിക്കുന്നതാണ്. ആദ്യമൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം. എനിക്കൊരു ആഗ്രഹമാണ് ഈ ഞാൻ സത്യം പറയുന്നത് ക്ഷണിച്ചത് നമുക്ക് പാടാ ബന്ധമുള്ള ഫാമിലി മെമ്പേഴ്സിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊന്ന് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കണമെന്ന് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം വെച്ചത്. പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് അന്നനോടും പൊന്നൂസിനോടും മോഹൻമനോടും ഒക്കെയാണ്. പിന്നെ പൊന്നൂസ് മോഹൻമൻ എന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ അതാണ് ശരി. ഞാനിപ്പോൾ എന്ത് കാര്യം പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പോകില്ല, പക്ഷേ അപ്പം തന്നെ പറയും അത് അമ്മ പറഞ്ഞാൽ ശരി, അമ്മ പറഞ്ഞാൽ ശരി. വെച്ചാൽ അറിയില്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണ്. ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അണ്ണനോട് ഞാൻ ആഗ്രഹം പറയുമ്പോൾ അണ്ണ പറഞ്ഞത് ചിലപ്പോൾ പല കാര്യങ്ങൾ വേണമെന്നാണ്. പക്ഷെ അവിടെ
അത് കൊത്ത് അല്ലെങ്കിൽ കേക്കും ആ കൊത്ത്. അമ്മ അങ്ങനെ പലതും പറയും. പക്ഷെ സ്കൂളിൽ പഠിച്ച സമയം നോക്കുവാണെങ്കിൽ 8 വർഷം അടിയും വഴക്കുമായിരുന്നു. പക്ഷെ 2 വർഷം ദിവസം കഴിയുമ്പോൾ പിന്നെയും കടയിൽ ചക്കരയാവും. പിന്നെ 10 വർഷത്തെ ദാമ്പത്യ ജീവിതം പടച്ചോനോട് നന്ദിയുണ്ട്. അത് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അണ്ണനോട് നന്ദിയുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പൊന്നൂസിനെയും മോറുമുണ്ടനെയും അടുത്തും അണ്ണനും ഇപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു അമ്മായി കിട്ടിയതാണ്. കാരണം അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ പറയില്ല. പക്ഷെ അണ്ണൻ അത് എപ്പോഴും പറയാറുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരത് കണ്ടിട്ടും കണ്ടില്ലാതെ നടിക്കുന്നവരുണ്ട്. പക്ഷെ അതാണ് കാണാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴക്ക് പറഞ്ഞാലും ഒരിക്കലും അണ്ണൻ അങ്ങനെ ചോദിക്കില്ല, എന്നോട് ചോദിക്കും എന്ത് പറ്റിയത്. കാരണം ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത്രയും നാളും അങ്ങോട്ടും പരസ്പരം ഇണങ്ങിയും വണ്ടിയുണ്ടോ? കഴിക്കണ്ടായോ? ആണ് പൊറോട്ട എല്ലാം ഉണ്ട്. എന്തൊക്കെ പൊറോട്ട ഉണ്ട്? ബസ്സിനോ? ഇങ്ങനെയൊക്കെ ഒത്തിരി കാലം ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ച് നിർത്തി കേക്ക് കട്ടിങ്ങൊക്കെ നടത്തണമെന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഭയങ്കര തിരക്കായിരുന്നു. കാരണം എനിക്കറിയില്ല, ഇന്നൊരു ദിവസം ഇല്ലാതെ തിരക്കായിരുന്നു. അപ്പോൾ അവന് വേറൊരു സ്ഥലത്ത് നാളെ കല്യാണമാണ്, ഇന്ന് അതിന് ഫോട്ടോ എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് ചളവായി പോയി. ഞാൻ വിചാരിച്ചതുപോലെ അല്ല ശരിക്കും പറഞ്ഞ പരിപാടി നടന്നത്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടെങ്കിൽ എല്ലാവരോടും കൂടി പറയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ പൊന്നു പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ നടന്നപ്പോൾ ഡാൻസ് ഇവിടെ ഡാൻസ് കളിച്ചത് ഞാനിങ്ങനെ ചോദിച്ചു, നമുക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടടാ, നമുക്ക് ഡാൻസ് കളിച്ചാലോ പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ ആലോചിച്ചു നമുക്ക് നമുക്ക് കളിക്കാലോ പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ ഡാൻസ് പിന്നെ കേക്ക് തന്നെ ജസ്റ്റിനായിട്ടാം, അതുപോലെ നമ്മുടെ വ്യാപാരത്തിലുള്ള എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ യൂത്ത് ഫാമിലിയിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ കാണുന്നവരാണ്. സാലി ഇന്നത് ചെയ്യും അല്ലെങ്കിൽ സാലി ഇന്ന ഡ്രസ് കൊള്ളില്ല എന്നൊക്കെ എന്നോട് പറയാൻ സ്വാതന്ത്ര്യമുള്ള കുറേ സഹോദരങ്ങളല്ല യൂട്യൂബിൽ. അവരോടും ഈ നിമിഷത്തിൽ ഒരുപാട് നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാം ഒന്ന് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് അമ്മ. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഡാൻസിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പം സാധാരണ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം എന്റെയോ അല്ലെങ്കിൽ മോട്ടന്റെ ബർത്ത്ഡേ വരുമ്പം അത്തായമ്മ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കൂട്ടി എനിക്കും തോന്നുന്നു ഇന്ന് അത്താടെ അമ്മയുടെയും കയ്യിലൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ടെന്ന്. അപ്പം അത്താടെ അമ്മയുടെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടതാണ് ഗിഫ്റ്റ് മേടിക്കുന്നത് കാര്യമാണ്. കാരണം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും അല്ലാട്ടോ, ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞറിഞ്ഞ് മേടിച്ചാണ്. നേരത്തെ ഞാൻ ഷോർട്ടൊക്കെ യൂട്യൂബിൽ ഇട്ടതാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മേടിച്ചതാണ്, ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇതും ഞാൻ വീഡിയോ ഇട്ടതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ട് പക്ഷേ ഫസ്റ്റ് സെൽഫി ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അണ്ണൻ തന്നെ ഓണാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് സെൽഫി എടുക്കും. ഓപ്പൺ ചെയ്യും. ഞെട്ടണോ? അതല്ലേ ഇപ്പൊ പറഞ്ഞത്, നമ്മളെ പോയാ എടുത്ത് പറയാറ് അത്ത ഒന്ന് ഞെട്ടാൻ. കാരണം ഇത് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് കടയിൽ പോയി മേടിച്ച സംഭവമാണല്ലോ, ഇനി ഞെട്ടാൻ പറ്റത്തില്ല. ഫോണല്ലേ, നമ്മുടെ ഐഫോൺ 16 Pro Max. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അണ്ണന് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ അണ്ണൻ അമ്പിലും ബില്ലിലും അടിക്കത്തില്ല. പക്ഷെ എനിക്ക് വേണ്ട, നിർത്തി പൈസ വേണ്ട, അങ്ങനെ എന്നെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് വെള്ളിയാഴ്ച വരെയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് ഫോൺ മേടിക്കുന്നത്. നമുക്ക് ഓണാക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ആ ബാഗിൽ കൊണ്ടുവച്ചേ, ഓഫ് ചെയ്യാൻ മോണിറ്റർ കിട്ടുമോ? ഇന്നോ
ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അണ്ണന് ഭയങ്കര സന്തോഷം. പക്ഷെ അതിന് മുമ്പ് കടയിൽ പോയിട്ട് എന്നോട് പറയാം, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. പക്ഷെ നമുക്ക് എന്റെ കൊടുക്കാൻ തൃപ്തി വരില്ല. പക്ഷെ എന്തായാലും നമുക്കൊരു വിശേഷം എന്ന് പറയുമ്പോൾ വിത്ത് എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. അപ്പൊ അത് ഇങ്ങനെ ഒരാഴ്ചയുടെ പുറകെ നടക്കുമല്ലോ അണ്ണ അവസാനം സമ്മതിച്ചു. അണ്ണൻ വാങ്ങിച്ച സാധനം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാണ്. പക്ഷെ യൂസ് ചെയ്തില്ല. ഓപ്പൺ ചെയ്യും. എന്തോ വേണമെന്ന് രണ്ടുപേരും പരസ്പരം അറിയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയിൻ മതിയെന്ന്. അങ്ങനെ അറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി എന്താ നെക്സ്റ്റ് പിന്നെ നമ്മുടെ മിച്ചു അങ്ങോട്ട് നോക്കും അങ്ങോട്ട് താങ്ക് യു. നീ ആ ഫോൺ വെച്ചിട്ട് ചേട്ടൻ താങ്ക് യു. ഉടുപ്പ് നാണമൊന്നും ഇല്ലാതെ വിളിക്കാറുണ്ട്. ഇപ്പൊ എന്താ സിനിമ സംസാരിക്കുന്ന ഒരു പാട്ട് വരുന്നോ? എന്നാ കൊണ്ടുപോയി മക്കളെ. എന്നാ ഇത് രണ്ടും ആ കവറിലോട്ട് വെച്ചാല് ഓക്സിജന്റെ കവറിലോട്ട് വരും. ഓക്സിജന്റെ കവറിലോട്ട് പോയി. താങ്ക് യു. സോ മച്ച്. ഞങ്ങള് കാറിലൂടെ പോയാലും ഇവർ തന്നെ ട്യൂഷൻ പഠിപ്പിക്കണമെന്നാണ് ഞങ്ങൾ എപ്പോഴും വിഷമം പറയുന്നത് കേട്ടോ. കാരണം വെച്ചാല് എനിക്ക് ഇവിടെ ഹിന്ദിയൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഞാനെല്ലാം മറന്നുപോയി. പക്ഷെ ഇവര് പൊന്നൂസിനെ കൊണ്ടിട്ട് നല്ല പോലെ പഠിപ്പിക്കുന്ന നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഞാനും അണ്ണനും എപ്പോഴും പറയും നമ്മൾ കാറിൽ താമസം മാറിപ്പോയാൽ ട്യൂഷൻ എങ്ങനെയാണ്, അവരെ പോലെ പിള്ളേരെ കിട്ടുമോ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. സ്കൂളിൽ നമ്മൾ സെന്റ് തോമസിൽ വിട്ടാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കണമെന്ന്. ഇവരെ കല്യാണം കഴിച്ച് വിടുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ. അമ്മയൊക്കെ അല്ലെങ്കിൽ എന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് വെച്ചാൽ ഞങ്ങള് കൊള്ളായിരുന്നോ? ഇനിയും ഉണ്ട്, ഇരുന്നാ ഇനിയും കേക്കാം. കണ്ടിട്ട് ഫോട്ടോയ്ക്കൊന്ന് പിടിക്കണ്ട. കാണാൻ പിന്നെ അതൊക്കെ അവിടുന്ന് ഓപ്പൺ ചെയ്താന്നാണ് സൽമാനെ നാണായിരിക്കും. ഒരു പാട്ടൊക്കെ പാടാ വെളിയിലോട്ട് ഇറങ്ങി പാടാ. ക്യാമറക്ക് വീഡിയോ പോവാന്നോ? അല്ല പോലെ ഫുഡ് രാവിലെ തൊട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുവാ നിങ്ങൾക്ക് വേണ്ടി. വീഡിയോ കാണണമെങ്കിൽ മാറ്. താങ്ക് യു. പിന്നെ അല്ല കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ, ആദ്യമായിട്ട് കാണുന്നത്. ഹായ്. വേണ്ട ഇവിടെ ഇരുന്നോട്ടെ, ബോക്സ് വെച്ച്. ഒരുപാട് തന്നെ അല്ല. 3 മണിക്ക് കറക്റ്റ് എത്തിയതാ.
സന്തോഷം. താങ്ക്സ്. എനിക്ക് ചെറുതാണ്. ഇതങ്ങോട്ട് കൊണ്ടുവച്ചേരെ. കൊല്ലുന്ന മോനുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കടയിൽ പോയപ്പോൾ വെളിയിൽ നിർത്തിയിട്ട് അത്തയമ്മ അകത്ത് കയറല് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയറി പൊതിഞ്ഞോണ്ട് തന്നെയാണ്. കാശ് കൊടുത്ത ഞങ്ങളാണ്. അപ്പോൾ അടിപൊളി. താങ്ക് യു സോ മച്ച്. ആരുടെ അമ്മ? അമ്മാരെ 2 ഗിഫ്റ്റ്. സമയം കുറച്ച് വൈകി, എന്നാലും പൊന്നൂസിന്റെയും സാലിയാടെ ഡാൻസ് ഉണ്ട്. ഫുഡ് കഴിക്കും. പൊന്നൂസിൻ്റെ മോറുകുട്ടനെയും സോബിലെ ഡാൻസ് ഒക്കെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് എൻ്റെ പ്രശ്നം കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് എനിക്കിതൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ നമുക്ക് വ്ളോഗിൽ ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നല്ലേ. മോനുകുട്ടനെ കളിക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസ് ഈസി സ്റ്റെപ്പൊക്കെയാണ് ഈ ഡാൻസിന് വേണ്ടി ഇട്ടത്. പിന്നെ വേറെ നല്ല അടിപൊളി കുറേ സോങ് കട്ട് ചെയ്ത് കയറ്റിയിട്ടാണ് ഈ ഡാൻസ് കളിച്ചത്. ഇതൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് എല്ലാവരും കണ്ടത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് മോനുകുട്ടനും കളിച്ച്. എനിക്ക് മോനുകുട്ടൻ അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും കേട്ടോ. പൊന്നൂസല്ലേ സാധാരണ ഇങ്ങനെ കളിക്കുന്നത്. മോനുകുട്ടൻ വല്ലപ്പോഴും ആണല്ലോ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഈ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും എല്ലാം മറന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും പലതും മറന്നുപോയി. നമ്മളെല്ലാവരും ലൈഫിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളവരാണ്. അതൊക്കെ മാറ്റി നിർത്തുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. എന്തായാലും 10 വർഷം മുമ്പ് കല്യാണത്തിന് ഭയങ്കര ടെൻഷൻ അടിച്ച് നിന്ന് ഇന്ന് ഈ 10ാമത്തെ വർഷം അതേ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നത്. എൻ്റെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പടച്ചവനോട് ഒരുപാട് നന്ദി. അടി ഉണ്ടായോ?
ഇപ്പോൾ റിൻഷാനെ ഞാൻ വീഡിയോ എടുക്കുന്ന കഴുത്ത് പിന്നെ നേരെ ആവുന്നില്ല.